നമസ്കാരം. കന്യാദാനം എന്ന സീരിയലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുശീല ഹർഷ നാടകത്തിന് തിരശ്ശീല വീഴ്ത്താൻ ഇന്ദ്രൻ, അനുപമ, സത്യൻ. ഭിക്ഷാടനത്തിന് പോയ സുശീല അവിടെയും മക്കളുടെ മുൻപിൽ തോറ്റ് നാണം കെട്ടു മടങ്ങി വന്നു. അതിന് അവർ തിരഞ്ഞെടുത്ത മാർഗം പോലീസ് സ്റ്റേഷനിൽ പോയി മക്കൾക്കെതിരെ പരാതി കൊടുത്തിട്ടാണ്. മക്കൾ സുശീലയെ ഭക്ഷണം കൊടുക്കാതെ പുറത്താക്കി. സുശീല ഭിക്ഷാടനം നടത്തുന്നത് കണ്ടാൽ ഇന്ദ്രൻ സുശീലയുടെ കാലിൽ വീണ് മാപ്പ് ചോദിച്ച് തിരിച്ചു കൊണ്ടുവരുമെന്നാണ് സുശീല കരുതിയത്. ഇന്ദ്രൻ പലവട്ടം അതിന് തുനിഞ്ഞതുമാണ്. എന്നാൽ അനുപമ ഇന്ദ്രനെ അനുവദിച്ചില്ല. ഇപ്പോൾ സുശീലയുടെ മുൻപിൽ തോറ്റുകൊടുത്താൽ വീണ്ടും അവർ ഇതുപോലെ പലതും ചെയ്യും. അങ്ങനെ സുശീല പോലീസിൽ കള്ളപ്പരാതി മക്കൾക്കെതിരെ കൊടുക്കുന്നു. ഇത് അമ്മയുടെ വീടാണ്, ഇവിടെ നിന്നും ആരും പുറത്താക്കില്ലെന്ന് ഇന്ദ്രൻ പോലീസിനോട് പറയുന്നു. ഇന്ദ്രനും സത്യനും സോനയും മാത്രം സുശീലയുടെ കാര്യങ്ങൾ നോക്കി നടത്തും. മരുമക്കളായ അനുപമയും പ്രതിഭയും ഒന്നിലും ഇടപെടില്ല. ഇങ്ങനെയാണ് കാര്യങ്ങൾ മക്കൾ തീരുമാനിക്കുന്നത്. തൽക്കാലത്തേക്ക് അവിടെ നിന്ന് വീണ്ടും തരികിടപ്പണിയുമായി മുന്നോട്ടു പോകാമെന്ന് ഹർഷയും സുശീലയും കൂടി പദ്ധതിയിടുന്നു. എന്നാൽ സുശീല വിചാരിച്ചതിനേക്കാൾ വലിയ ശിക്ഷ സുശീലയ്ക്ക് മക്കൾ കൊടുക്കുന്നു. ആദ്യമേ തന്നെ സുശീലയുടെ ഫോൺ എടുത്തു മാറ്റുന്നു. അതുകൊണ്ട് സുശീലയുടെ ഹർഷയുമായുള്ള കുത്തിത്തിരിപ്പ് നടക്കുന്നില്ല. സുശീല ഫോണിനായി സോനയോട് ചോദിക്കുന്നു. സോനയ്ക്കറിയില്ലെന്ന് പറയുമ്പോൾ സത്യൻ പറയുന്നു സത്യൻ്റെ കയ്യിലുണ്ടെന്ന്. ആരെയെങ്കിലും അമ്മയ്ക്ക് വിളിക്കണമെങ്കിൽ എൻ്റെ ഫോൺ ഉപയോഗിക്കാമെന്നും സത്യൻ പറയുന്നു. നിന്നെയൊക്കെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് സുശീല പുറത്തേക്ക് പോകാൻ പോകുമ്പോൾ ഇവിടെ നിന്നും എങ്ങോട്ട് പോകാൻ സമ്മതിക്കില്ലെന്നും ഈ വീടിന്റെ ഗേറ്റ് കടന്ന് ഒരിടത്ത് പോകാൻ കഴിയില്ലെന്നും ഗേറ്റ് ഞങ്ങൾ പൂട്ടിയിട്ടിരിക്കുകയാണെന്നും സത്യൻ പറയുമ്പോൾ സുശീലയ്ക്ക് മനസ്സിലാകുന്നു കുറച്ച് ദിവസത്തേക്ക് ഇനി കുത്തിത്തിരിപ്പ് ചർച്ചകൾക്കായി കുളം കലക്കി ഹർഷയുടെ വീട്ടിലേക്ക് പോകാൻ കഴിയില്ലെന്ന്. സുശീലയുടെ വിവരങ്ങൾ ആരോ പത്രത്തിൽ കൊടുക്കുന്നു. ഭിക്ഷാടന കഥ. ഹർഷയാണോ ധനനും വാസന്തിയുമാണോ എന്നറിയില്ല. അത് കണ്ടുവരുന്ന പ്രതിഭയുടെ അച്ഛൻ സുധൻ സുശീലയ്ക്ക് വക്കാലത്തുമായി വരുന്നു. ഇയാൾക്ക് എന്താണ് വട്ടാണോ? സ്വന്തം മകളുടെ കുഞ്ഞിനെ വിഷം കൊടുത്തു കൊന്ന സുശീലയ്ക്ക് വേണ്ടി ന്യായീകരിക്കാൻ നാണമില്ലേ? അയാൾക്ക് സ്വന്തം മകളുടെ കുഞ്ഞിനേക്കാൾ വലുത് സുശീലയാണെന്നാണ് തോന്നുന്നത്. അമ്മയുമായി യാതൊരു ചർച്ചയ്ക്കുമില്ലെന്ന് സുധനോട് ഇന്ദ്രൻ പറയുന്നു. പറ്റുമെങ്കിൽ നിങ്ങൾ അമ്മയോട് സംസാരിച്ച് ഞങ്ങൾ പറയുന്ന പോലെ സഹകരിച്ച് വീട്ടിൽ കഴിയണമെന്ന് പറയുക. അല്ലാതെ ഞങ്ങൾ മക്കൾ യാതൊരു വിട്ടുവീഴ്ചയും ഇനി അമ്മയ്ക്ക് വേണ്ടി ചെയ്യില്ല എന്നും ഇന്ദ്രൻ പറയുന്നു. സുശീലയെപ്പോലെ കുടുംബം കലക്കാൻ നടക്കുന്ന വിനയൻ രഘുവിന്റെ ജീവിതവും ഇല്ലാതാക്കുന്നു. രഘുവിന്റെ പിന്നാലെ കൂടി ആമിയെക്കുറിച്ചറിഞ്ഞവൻ അനന്തൻ മാഷിനെയും അമ്പിളിയെയും അറിയിക്കുന്നു. അങ്ങനെ അമ്പിളിയും രഘുവും തമ്മിൽ അകലുന്നു. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്നത് പോലെ രഘുവിന്റെ കയ്യിൽ നിന്നും നക്കാപ്പിച്ച വാങ്ങി അവരുടെ പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ വീണ്ടും വിനയൻ ശ്രമിക്കുന്നു. അതിനായി വിനയൻ ഇന്ദ്രനെയും കൂട്ടുപിടിക്കുന്നു. ഇന്ദ്രനെയും കൂട്ടി രഘുവിനോട് സംസാരിക്കാൻ പോകുന്ന വിനയനെ രഘു അടിച്ചോടിക്കുന്നു. മേലാൽ ഇവനെയും കൂട്ടി എന്റെ അടുത്തേക്ക് വരരുതെന്നും രഘു ഇന്ദ്രനോട് പറയുന്നു. രഘുവിന്റെ കയ്യിൽ നിന്നുകൂടി പൈസ തട്ടിച്ചെടുക്കാമെന്ന വിനയന്റെ പദ്ധതി പൊളിയുന്നു. വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.